1980-കളിൽ രാജ്യത്തെ തകർത്തു കളഞ്ഞ യുദ്ധകാലത്ത് പ്രസിഡന്റ് പദവി അലങ്കരിച്ചും ശേഷം ഉപരോധങ്ങൾ വലച്ച നീണ്ട 36 വർഷം പരമോന്നത ആത്മീയ നേതാവെന്ന പദവി വഹിച്ചും ആധുനിക ഇറാനെ രൂപപ്പെടുത്തിയ നേതാവായിരുന്നു ആയത്തുള്ള അലി ഖാംനെയി. പാശ്ചാത്യർ കെട്ടിയേൽപ്പിച്ച പാവ സർക്കാരിനെതിരെ പടനയിച്ച് തുടക്കം കുറിച്ച സമരജീവിതം അതേ വീറോടെ തന്നെ അവസാന നിമിഷം വരെ തുടർന്നാണ് ഖാംനെയി വീരമൃത്യു വരിച്ചത്. ഇറാനെയല്ല, നേതാവിനെ തന്നെയാണ് ഒന്നാമതായി തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് US-ഉം ഇസ്രായേലും പരസ്യ പ്രഖ്യാപനം നടത്തിയിട്ടും ഒളിച്ചോടാതെ കർമ്മനിരതനായി മടങ്ങുമ്പോൾ ഇറാനും ഷിയ സമൂഹവും ഒന്നടങ്കം തേങ്ങുകയാണ്. അസർബൈജാൻ വംശജനായ പ്രമുഖ നേതാവ് ജവാദ് ഖാംനെയിയുടെയും ഖദീജ മിർദാമാദിയുടെയും മകനായി 1939-ൽ വടക്കു കിഴക്കൻ ഇറാനിലെ ഷിയ വിശുദ്ധ നഗരമായ മഷ്ഹദിലാണ് ഖാംനെയിയുടെ ജനനം. വടക്കു പടിഞ്ഞാറൻ പട്ടണമായ തെബ്രീസിലായിരുന്നു ആദ്യകാലം. പിന്നീട് മഷ്ഹദിലേക്ക് കുടുംബം താമസം മാറി. 4-ാം വയസ്സിൽ ഖുർആൻ പഠിച്ചു തുടങ്ങിയ അലി ഖാംനെയി ഷേഖ് ഹാഷിം ഖസ്നവി അടക്കം പണ്ഡിതരിൽ നിന്ന് മതപഠനം നടത്തി. കുമ്മിലെ പഠനകാലത്താണ് ആയത്തുള്ള ഖുമൈനി അടക്കമുള്ള നേതാക്കളുമായി ബന്ധം സ്ഥാപിക്കുന്നത്. ഇറാൻ എണ്ണ വ്യവസായം ദേശസാൽക്കരിക്കാൻ ശ്രമിച്ച മുഹമ്മദ് മുസദ്ദഖിനെ അട്ടിമറിച്ച് പാശ്ചാത്യ പിന്തുണയിൽ അധികാരമേറിയ ഷാ റിസ പഹ്ലവിക്കെതിരെ ജനകീയ പ്രക്ഷോഭം നയിച്ച് രാഷ്ട്രീയത്തിൽ അതിവേഗം പടവുകൾ കയറി. ഷായുടെ രഹസ്യ പോലീസ് പലവട്ടം ഖാംനെയിയെ പിടികൂടി. ഈ ഘട്ടത്തിലായിരുന്നു ഖുമൈനിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് ഇസ്ലാമിക വിപ്ലവം നടക്കുന്നതും പഹ്ലവി അധികാരഭ്രഷ്ടനാക്കപ്പെടുന്നതും. 1980-ൽ പ്രതിരോധ മന്ത്രിയും അർദ്ധസൈനിക വിഭാഗമായ ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ് കോപ്സ് തലവനുമായാണ് ഖാംനെയിയുടെ തുടക്കം. അതേ വർഷം അമേരിക്ക പിന്തുണച്ച് ഇറാനിൽ ഇറാഖ് ആക്രമണം തുടങ്ങി. പിറ്റേ വർഷം ഒരു വധശ്രമത്തിൽ ഒരു കൈ നഷ്ടപ്പെട്ടതിന് പിറകെ നടന്ന പൊതു തെരഞ്ഞെടുപ്പ് ജയിച്ച് ഖാംനെയി ഇറാൻ പ്രസിഡന്റുമായി. യുദ്ധത്തിൽ പാശ്ചാത്യ ശക്തികൾ പൂർണ്ണമായി ഇറാഖിന് ആയുധവും അർത്ഥവും നൽകി സഹായിച്ചപ്പോൾ ഒറ്റക്കായിരുന്നു ഇറാന്റെ ചെറുത്തുനിൽപ്പ്. ലക്ഷങ്ങൾ മരിച്ചു വീണ യുദ്ധകാലത്തെ ഭരണഭേദാവി എന്ന നിലയ്ക്ക് ഇറാൻ ജനതയ്ക്കിടയിൽ സ്വാധീനം കൂട്ടിയ അദ്ദേഹം 1989-ൽ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുള്ള ഖുമൈനി അന്തരിച്ചതോടെ ആ പദവിയിലെത്തി. അതുവരെയും ആ പദവിയിലെത്തുമെന്ന് കരുതിയിരുന്ന ആയത്തുള്ള ഹുസൈൻ അലി മുൻതസിരിയെ അരികിൽ നിർത്തിയായിരുന്നു പദവികളിൽ ഇളവുകളോടെയുള്ള സ്ഥാനക്കയറ്റം. രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനം ഭദ്രമാക്കിയും അതിർത്തിക്കപ്പുറത്തെ സഖ്യകക്ഷികൾക്ക് ആയുധവും അർത്ഥവും എത്തിച്ചും മേഖലയിലുടനീളം ഇറാന്റെ സ്വാധീനം അതിവേഗം വളർത്തുന്നതിൽ ഖാംനെയി വഹിച്ച പങ്ക് നിസ്സാരമായിരുന്നില്ല. അങ്ങനെ അർദ്ധസൈനിക വിഭാഗം മാത്രമായിരുന്ന IRGC സുരക്ഷയിലുപരി മേഖലയിലെ രാഷ്ട്രീയ സാമ്പത്തിക മേഖലയിലൊക്കെയും കൈവക്കാൻ ശേഷിയുള്ള വലിയ സംവിധാനമായി വളർന്നു. അവശ്യ സമയങ്ങളിൽ അവർ ഇടപെടുകയും ചെയ്തു. യുദ്ധം തകർത്ത രാജ്യം പുനരുദ്ധരിക്കുന്നതിലും അദ്ദേഹം നിർണായക ഇടപെടൽ നടത്തി. 10 ലക്ഷത്തിലേറെ പേർ 8 വർഷത്തിനിടെ രാജ്യത്ത് കൊല്ലപ്പെട്ടിരുന്നു. ഓരോ നാളും പുതുതെന്ന തോതിൽ വന്നു പതിച്ച ഉപരോധങ്ങൾ സ്വാഭാവികമായും സാധാരണക്കാരന് അന്നം മുടക്കുമെന്ന് കണ്ട് ചെറുത്തുനിൽപ്പ് സമ്പദ് വ്യവസ്ഥയും അദ്ദേഹം നടപ്പിലാക്കി. എന്നാൽ ഇറാഖുമായി 8 വർഷം നീണ്ട യുദ്ധവും അതിനു മുമ്പ് പഹ്ലവിയെ കുടിയിരുത്തി പതിറ്റാണ്ടുകൾ നിലനിർത്തിയ ഇടപെടലുകളുമെല്ലാം ശരാശരി ഇറാനിയുടെ മനസ്സിൽ കത്തിച്ചു നിർത്തിയ പാശ്ചാത്യ വിരോധം ഖാംനെയിക്ക് ഊർജമായതിനൊപ്പം ഏതു നിമിഷവും തനിക്കുമേൽ പതിക്കാവുന്ന ആയുധവുമായിരുന്നു. ഒന്നിലേറെ തവണ തെരുവുകളിലെത്തിയ പ്രക്ഷോഭങ്ങൾക്കും ഖാംനെയി യുഗം സാക്ഷിയായി. 2009-ൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ അട്ടിമറികളെ ചൊല്ലിയായിരുന്നുവെങ്കിൽ 2022-ൽ വനിതകളുടെ അവകാശങ്ങളായി വിഷയം. ഏറ്റവും ഒടുവിൽ വിലക്കയറ്റത്തിനെതിരെ ജനം തെരുവിലിറങ്ങിയത് വരാനിരിക്കുന്നതിന്റെ സൂചനയായിരുന്നു. സാമ്പത്തിക പുരോഗതിയും പരിഷ്കാരവും തേടുന്ന പുതുതലമുറയുമായി ഒട്ടും ഇടപഴകാൻ ഇഷ്ടപ്പെടാത്ത നേതാവായി വിമർശകർ കണ്ട അദ്ദേഹം ഈ പ്രതിഷേധങ്ങളെ സമീപിച്ചതും മറ്റൊരു നിലയിലായിരുന്നില്ല. ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേലും ചേർന്ന് തന്നെയും തന്റെ ഭരണകൂടത്തെയും ഇല്ലാതാക്കാൻ കരുക്കൾ നീക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞിട്ടും പ്രതിരോധിച്ചു നിൽക്കാനാവുമെന്ന വിശ്വാസവുമായാണ് ശനിയാഴ്ച പുലർച്ചെയും വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ യോഗം കൂടിയത്. തൻ്റെ കുടുംബത്തിലെ ഉറ്റവർക്കൊപ്പം ഖാംനെയി മടങ്ങുമ്പോൾ ആധുനിക ഇറാൻ കണ്ട ഏറ്റവും കരുത്തനായ നേതാവിനെ കൂടിയാണ് രാജ്യത്തിന് നഷ്ടമാവുന്നത്.